ഓക്കെ, ഈ ഒറ്റ വീഡിയോയിൽ സെറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ നമുക്ക് ഫുള്ള് കവർ ചെയ്യാം. ഓക്കെ, ഒരു സെറ്റ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഡെഫിനേഷൻ പറയുകയാണെങ്കിൽ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. അതവിടെ നിൽക്കട്ടെ. വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് അതവിടെ നിൽക്കട്ടെ. എന്താണ് സംഭവം? ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 5, 5 ചെറുതായിട്ടുള്ള നാച്ചുറൽ നമ്പർ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാം ഏതൊക്കെയാണ്. 4, 3, 2, 1. ഇതിന് ഞാൻ ഇങ്ങനെ എഴുതും. എന്നിട്ട് ഞാൻ പറയും ഒരു ക്യാപിറ്റൽ ലെറ്റർ എ വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, ഇതിനെയാണ് ഒരു സെറ്റ് എന്ന് പറയുന്നത്. ജനറലി നമ്മൾ ഒരു സെറ്റിനെ ക്യാപിറ്റൽ ലെറ്റർ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. 2 കേളി ബ്രാക്കറ്റിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യും? ആ സെറ്റിൻ്റെ എലമെൻസിനെ എഴുതും. ഇതാണ് ആക്ച്വലി ഒരു സെറ്റ് എന്ന് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇവിടെ എന്താണ്? വെൽ ഡിഫൈൻഡ് കളക്ഷനാണിത്. എന്താണ് വെൽ ഡിഫൈൻഡ് എന്ന് പറയാൻ കാരണം? ഇവിടെ 5 ചെറുതായിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സാണ് ഞാൻ എഴുതിയേക്കുന്നത്, അല്ലേ? ഇനി ഞാൻ പറയാണ് വേറൊരു സെറ്റ് ബി. ഞാൻ പറഞ്ഞു ക്യാപിറ്റൽ ലെറ്റർ വെച്ചിട്ടാണ് നമ്മൾ സെറ്റിനെ ഡിനോട്ട് ചെയ്യുന്നത്. സെറ്റ് ബി വേറൊരു സെറ്റ് ഏതൊക്കെയാണെന്നറിയോ? ഡേയ്സ് ഇൻ എ വീക്ക്, അതായത് ഒരു വീക്കിലുള്ള ഡേയ്സ് ഏതൊക്കെയാണ്? സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, അങ്ങനെ പോകും, അല്ലേ? ഒരു 7 മെമ്പേഴ്സ് ഉണ്ടാവും ഇതിൻ്റെ അകത്ത്, അല്ലേ? ഇനി അപ്പോൾ ഇതെന്താണ്? ഇതൊരു സെറ്റാണ്, ഇതൊരു വെൽ ഡിഫൈൻഡ് ആണ്. ഇനി വേറൊരു സെറ്റ് സി. ഫോർ എക്സാമ്പിൾ, ആപ്പിൾ എന്ന് പറയുന്ന ആപ്പിൾ എന്ന് പറയുന്ന വേർഡിൻ്റെ ലെറ്റേഴ്സുകൾ ഏതൊക്കെ? ലെറ്റേഴ്സിൻ്റെ ഒരു കളക്ഷൻ ഏതൊക്കെയാണ്? എ ഒരു ലെറ്ററാണ്. ആപ്പിൾ എ ഉണ്ട്, പി ഉണ്ട്, പിന്നെ ഒരു പി ഉണ്ട്. നമുക്കത് എഴുതേണ്ട കാര്യമില്ല, കാരണം സെറ്റിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പൊതുവെ എഴുതാറില്ല. അപ്പോൾ എ, പി, പിന്നെ അടുത്ത ഏതാ? എൽ, പിന്നെ ഏതാ? ഇ. അപ്പോൾ ഇതും എന്താണ്? ഒരു സെറ്റാണ്. ഓക്കെ, ഇനി വേറൊരു സെറ്റ് ഞാൻ ചുമ്മാ എടുക്കുകയാണ്, ഡി എന്നും പറഞ്ഞിട്ട്. ഓക്കെ, ആ സെറ്റിലുള്ളത് ജസ്റ്റ് ഒരു 5 നമ്പേഴ്സ്. 1, 2, 3, 4, 5. ഓക്കെ, ഇനി ഇതിൻ്റെ ഇപ്പോൾ ഓരോ സെറ്റിലും ഡിഫൈൻ ചെയ്തിട്ടുണ്ട് നമ്മളിവിടെ, അല്ലേ? ഇതിൻ്റെ ഓരോ മെമ്പറിനെയും ഓരോന്നിനെയും നമ്മൾ പറയുന്ന പേരാണ് എലമെൻറ്റ്സ് എന്ന് പറയും. അപ്പോൾ 1 എലമെൻ്റാണ്, 2 എലമെൻ്റാണ്, 3 എലമെൻ്റാണ്, ഈ 2 എലമെൻ്റാണ്, സൺഡേ എലമെൻ്റാണ്. ഇത് നമ്മൾ എലമെൻറ്റ്സ് എന്നാണ് പറയുന്നത്. ഇത് ഡിനോട്ട് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ 4 എ എന്ന സെറ്റിൻ്റെ എലമെൻ്റാണ്. അപ്പോൾ നമ്മൾ ഡിനോട്ട് ചെയ്യും 4 ഈസ് ആൻ എലമെൻ്റ് ഓഫ് എ. ഇതാണ് ചിഹ്നം. ഓക്കെ, ഇനി 3യും ഈസ് ആൻ എലമെൻ്റ് ഓഫ് എ. ഇനി 3 ഡീൻ്റെ എലമെൻ്റ് അല്ലേ? അപ്പോൾ എന്താ പറയും? 3 ഈസ് ആൻ എലമെൻ്റ് ഓഫ് ഡി, സെറ്റ് ഡി. ഓക്കെ, അത് സിമ്പിൾ നൊട്ടേഷൻസ്, അത് പഠിച്ചിരിക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ നമ്മൾ സെറ്റ് എന്താണെന്ന് പറഞ്ഞു. ഇനി എല്ലാ കളക്ഷനും സെറ്റാകുമോ? ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ് ബെസ്റ്റ് ആക്ടേഴ്സ് ഇൻ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ ബെസ്റ്റ് ആക്ടേഴ്സ്, അല്ലെങ്കിൽ ടോപ്പ് 10 ആക്ടേഴ്സ് ഇൻ മലയാളം ഫിലിം ഇൻഡസ്ട്രി, അങ്ങനെ പറയണം. അപ്പോൾ എന്താ പ്രശ്നം അവിടെ ഈ ടോപ്പ് 10 ആക്ടേഴ്സിൽ നിന്ന് ഞാൻ സെലക്ട് ചെയ്യുന്ന ആളുകൾ വേറെ ആയിരിക്കും, നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ആളുകൾ വേറെ ആയിരിക്കും. എൻ്റെ ലിസ്റ്റിൽ മമ്മൂട്ടി ഉണ്ടാവും, നിങ്ങളുടെ ലിസ്റ്റിൽ മമ്മൂട്ടി ഉണ്ടാവില്ല. അപ്പോൾ അത് കറക്റ്റായിട്ട് വെൽ ഡിഫൈൻഡ് അല്ലേ? അപ്പോൾ അങ്ങനെയുള്ളത് സെറ്റല്ല. അതേസമയം ഞാൻ ചോദിക്കുകയാണ്, ഇപ്പോൾ ഏതെങ്കിലും ഒരു സിനിമ പറഞ്ഞേ. ഓക്കെ, ഇന്ത്യൻ ടു ഫിലിമിൽ അഭിനയിച്ച ആക്ടേഴ്സിൻ്റെ നെയിംസ്, അതിൽ അഭിനയിച്ച ആളുകളുടെ പേര്, അല്ലെങ്കിൽ ആക്ടേഴ്സ് ആരൊക്കെ, അതിൻ്റെ ഒരു കളക്ഷൻ. അപ്പോൾ വെൽ ഡിഫൈൻഡ് ആണ്. അവിടെ ഞാൻ എഴുതിയാലും നിങ്ങൾ എഴുതിയാലും അതെന്തായിരിക്കും? വെൽ ഡിഫൈൻഡ് ആയിരിക്കും. ഫ്ലക്ച്വേഷൻസ് വരാൻ പറ്റില്ല. അല്ലെങ്കിൽ ആരെഴുതിയാലും ആ ഇന്ത്യൻ 2 എന്ന ഫിലിമിലെ ആക്ടേഴ്സ് എന്തായിരിക്കും? എപ്പോഴും സെയിം ആയിരിക്കും, ഞാൻ എഴുതിയാലും നിങ്ങൾ എഴുതിയാലും.
അതേസമയം ബെസ്റ്റ് ആക്ടർ എന്ന് എഴുതിയാലോ, അപ്പോൾ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ എഴുതും, നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് എഴുതും. അതൊരു വെൽ ഡിഫൈൻഡ് അല്ല. അപ്പോൾ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എ എന്ന് പറയുന്ന ഒരു സെറ്റ് ഞാൻ നേരത്തെ എടുത്തു, നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 5. ഏതൊക്കെയാണ്? 1 2 3 4. ഓക്കെ, ഇത് ഈ ഫോർമാറ്റിന് ഞാൻ പറയുന്ന പേരാണ് റോസ്റ്റർ ഫോം. ഓക്കെ, ഇനി ഈ ഫോർമാറ്റിനെ ഈ കേർലി ബ്രേസിൽ ഇട്ടിട്ട് ഈച്ച് ആൻഡ് എവരി നമ്പർ എഴുതുന്ന ഫോർമാറ്റിനെ പറയുന്ന പേരാണ് റോസ്റ്റർ ഫോം. ഇനി വേറൊരു ഫോം ഉണ്ട്, സെറ്റ് ബിൽഡർ ഫോം. അതെന്താണെന്ന് നോക്കാം. സെയിം സാധനം ഞാൻ എഴുതാൻ നോക്കിയോ, ഇങ്ങനെ തന്നെ ഡിനോട്ട് ചെയ്യുന്നത്. ഞാനിവിടെ എല്ലാ എലമെൻസിനെയും എടുത്തെടുത്ത് എഴുതി, അതിന് പകരമായിട്ട് ജനറലി ഇംഗ്ലീഷിൽ അങ്ങോട്ട് എഴുതി വെക്കും, അത്രേ ഉള്ളൂ. അതായത് ഫസ്റ്റ് നമ്മൾ വേരിയബിൾ കൊടുക്കും എക്സ്, എന്നിട്ട് 2 കോളം കൊടുക്കും, ശ്രദ്ധിച്ചോട്ടാ. എന്നിട്ട് പറയും എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 5. ഇത്രേ ഉള്ളൂ. ഇംഗ്ലീഷിൽ നമ്മൾ എഴുതി വെക്കും. ഈ ബ്രേസസ് അങ്ങനത്തെ കേർലി ബ്രേസസ് അങ്ങനത്തെ ഉണ്ടാവും. ഇവിടെ റോസ്റ്റർ ഫോമിൽ നമ്മൾ ഓരോ എലമെൻ്റ് എടുത്തെടുത്ത് എഴുതുന്നു. സെറ്റ് ബിൽഡർ ഫോമിൽ എന്താണോ നമ്മുടെ കോൺസെപ്റ്റ് അത് ഇംഗ്ലീഷിൽ അങ്ങോട്ട് കൺവേർട്ട് ചെയ്ത് എഴുതാം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് നമ്മൾ ഒരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്തിട്ട് അതിൽ 2 കോളൻ കൊടുക്കണം, എന്നിട്ടാണ് ആ എക്സ് ഡിഫൈൻ ചെയ്ത് നമ്മളിവിടെ ഇംഗ്ലീഷിൽ എഴുതേണ്ടത്. ഓക്കെ, ഇത് വായിക്കണം ഇങ്ങനെയാണ്: ഫോർ എവരി എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 5. ഫോർ എവരി എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 5. സിമ്പിൾ അല്ലേ? ഓക്കെ, ഇനി ഞാൻ അടുത്തത് പറയാൻ പോകുന്നത് എം ടി സെറ്റ്. എന്താണ് എം ടി സെറ്റ്? ഞാൻ നിങ്ങളുടെ ചോദിക്കട്ടെ, 5നും 6നും ഇടയിലുള്ള നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റ് എന്ന് പറയുകയാണെങ്കിൽ എന്തായിരിക്കും? 5നും 6നും ഇടയിലുള്ള നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റ് അറിയാം. 5 കഴിഞ്ഞാൽ പിന്നെ അടുത്ത നാച്ചുറൽ നമ്പർ 6 ആണ്. ഇതിൻ്റെ ഇടയിൽ എന്താ, വേറെ നമ്പേഴ്സ് ഇല്ല. 5.1 5.2 ഒക്കെ ഉള്ളൂ. അത് നാച്ചുറൽ നമ്പർ അല്ല, അത് റാഷണൽ നമ്പറാണ് അല്ലേ? അപ്പോൾ 5നും 6നും ഇടയിൽ ഒരു നാച്ചുറൽ നമ്പറും ഇല്ല. അപ്പോൾ ആ സെറ്റ് എന്തായിരിക്കും? ആ സെറ്റിൽ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ള സെറ്റിന് നമ്മൾ പറയുന്ന പേരാണ് എം ടി സെറ്റ് ഓർ നൾ സെറ്റ്. അതിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾ ഇങ്ങനെയാണ്, ഫൈ എന്ന് പറയും. ഫൈ എം ടി സെറ്റ് എന്ന് പറയും, ഫൈ എന്ന് പറയും, ഓർ നൾ സെറ്റ്. ഇനി ഞാനൊരു എക്സാമ്പിൾ എടുക്കുകയാണ്. നേരത്തെ എടുത്ത എക്സാമ്പിൾ തന്നെ. എ എന്ന് പറയുന്ന സെറ്റ് നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 5. ഏതൊക്കെയാണ്? 1 2 3 4. 5 വരില്ല, ഞാൻ ലെസ് ദാൻ 5 എന്നാണ് പറഞ്ഞേക്കണത്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണെങ്കിൽ അത് നമുക്ക് 5 കയറ്റായിരുന്നു. ഇപ്പോൾ 5 ഇല്ല. ഇനി ബി എന്ന് പറയുന്ന സെറ്റ്, അതിൻ്റെ ഡെഫിനേഷൻ ഇതാണ്: നാച്ചുറൽ നമ്പേഴ്സ് ഗ്രേറ്റർ ദാൻ 5. അപ്പോൾ ഏതൊക്കെ വരും? 6 ഗ്രേറ്റർ ദാൻ 5 ആണ്, 7 ഗ്രേറ്റർ ദാൻ 5 ആണ്, 8 9. ഇതങ്ങനെ പോവും അല്ലേ? അപ്പോൾ ഈ സെറ്റിൽ എന്താ വ്യത്യാസം? ഈ സെറ്റിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ട്. ഈ സെറ്റിൽ കറക്റ്റ് ഒരു പർട്ടിക്കുലർ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള നമ്പർ ഓഫ് എലമെൻറ്റ്സ് കൗണ്ട് ചെയ്യാൻ പറ്റുന്ന സെറ്റിനെ നമ്മൾ ഫൈനൈറ്റ് സെറ്റ് എന്ന് പറയും. ഫൈനൈറ്റ് സെറ്റ്. ഇതിനെയോ എന്തായിരിക്കും പറയുക? ഇൻഫൈനൈറ്റ് സെറ്റ്. ഓക്കെ, ഈ ഫൈനൈറ്റ് സെറ്റ് എത്ര കൗണ്ടിങ് എത്ര വലുതായാലും കുഴപ്പമില്ല, അതിനൊരു എൻഡ് ഉണ്ടാകണം. ഓക്കെ, ഇതിപ്പോൾ ഒരു ഞാൻ പറയുന്നത് നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 1000. അപ്പോൾ 5 6 7 8 9 1000 വരെ വരും. പക്ഷേ അത് ഫൈനൈറ്റ് ആണ്, കാരണം 1000ൽ നിൽക്കുകയാണ്. പക്ഷേ ഇതങ്ങനെയല്ല. ഇതെന്താണ്? ഗ്രേറ്റർ ദാൻ, ഞാൻ പറഞ്ഞു ഗ്രേറ്റർ ദാൻ 5ലോട്ടുള്ള എല്ലാ നമ്പറും, 5നേക്കാൾ ഗ്രേറ്റർ ആയിട്ടുള്ള എല്ലാ നമ്പറും അത് ഇൻഫിനിറ്റി വരെ പോകും. അത് നിർത്താതെ പോയിക്കൊണ്ടിരിക്കുന്ന കൗണ്ട് ചെയ്യാൻ പറ്റാത്ത, എക്സാക്റ്റ്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൗണ്ട് ചെയ്യാൻ പറ്റില്ല അതിൻ്റെ നമ്പർ ഓഫ് എലമെൻറ്റ്സ്. അതിനെയാണ് ഇൻഫിനൈറ്റ് സെറ്റ് എന്ന് പറയുന്നത്. നമ്പർ ഓഫ് എലമെൻറ്റ്സ് കൗണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ, അത് എത്ര വലുതായാലും ശരി, കൃത്യമായിട്ട് കൗണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഫൈനൈറ്റ് സെറ്റ് ആയിരിക്കും. ഓക്കെ, ഇനി ഈ എക്സാമ്പിൾ നോക്കാം. എ എന്ന് പറയുന്ന സെറ്റ് 4 5 6 3 എലമെൻറ്റ്സ്. ബി എന്ന് പറയുന്ന സെറ്റ് 5 6 4, ഇവിടെയും 3 എലമെൻറ്റ്സ്. അത് മാത്രമല്ല, ഇതിൻ്റെ എല്ലാ എലമെൻറ്റ്സ് ഇതിലുണ്ട് അല്ലേ? 4 ഇവിടെയുണ്ട്, 5 ഇവിടെയുണ്ട്, 6 ഇവിടെയുണ്ട്.
അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്താം എ എന്ന് പറയുന്ന സെറ്റ് ഈസ് ഈക്വൽ ടു ബി. എ ഈക്വൽ ടു ബി കാരണം എന്താ, എയിലെല്ലാ എലമെൻസും ബിയിലുണ്ട്, ബിയിലെല്ലാ എലമെൻസും എയിലുണ്ട്. ആൻഡ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എയും നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ബിയും സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് രണ്ട് സെറ്റ് ഈക്വൽ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. നമ്മളതിനെ ഈക്വൽ സെറ്റ്സ് എന്ന് പറയും. സോ എ ബിയും ഈക്വൽ ആവണമെങ്കിൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എയും നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എയും നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ബിയും ഈക്വൽ ആകണം. അത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്, എൻ ഓഫ് എ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ എത്രയാണ് 3. ഇവിടെ എൻ ഓഫ് ബി നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ബി അതും 3 ആണ് അല്ലേ. ഇത് രണ്ടും ഈക്വൽ ആയിരിക്കണം. എല്ലാ എലമെൻറ്റ്സും എയിലെല്ലാ എലമെൻറ്റ്സും ബിയിലുണ്ടാവണം. ഇനി നമ്പർ ഓഫ് എലമെൻറ്റ്സ് മാത്രം ഈക്വലായിട്ട് കാര്യമില്ല. ഇപ്പോൾ ബിയിൽ 3 എലമെൻറ്റ്സ് ഉള്ളൂ, പക്ഷേ 8 ആണെങ്കിലോ എ ഈക്വൽ ടു ബി, എ നോട്ട് ഈക്വൽ ടു ബി ആയിരിക്കും. നമ്പർ ഓഫ് എലമെൻറ്റ്സ് മാത്രമായിട്ട് കാര്യമില്ല, എല്ലാ എലമെൻറ്റ്സും രണ്ടിലും ഉണ്ടാകുകയും വേണം, നമ്പർ ഓഫ് എലമെൻറ്റ്സ് സെയിം ആകുകയും വേണം. എന്നാലാണ് രണ്ട് സെറ്റ് ഈക്വൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി അടുത്തത് സബ്സെറ്റ് എന്താണെന്ന് നോക്കാം. ആ വേർഡിൽ നിന്ന് തന്നെ മനസ്സിലാവും അല്ലേ. ഈ ചാപ്റ്റർ ഭയങ്കര എളുപ്പമാണ്, ഭയങ്കര സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ്. ഓക്കെ, നമുക്ക് നോക്കാം സബ്സെറ്റ് എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. എ എന്ന് പറയുന്ന സെറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക, 1 2 3. ഓക്കെ, 1 2 3. ബി എന്ന് പറയുന്ന ഒരു സെറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക, 2 3. അപ്പോൾ എന്തായിരിക്കും സബ്സെറ്റ്? ബി എന്താണ്? എയിൻ്റെ സബ്സെറ്റാണെന്ന് പറയും. കാരണം എന്താ, ഇവിടെ 2 3, ഇവിടെയുണ്ട് 2 3. അപ്പോൾ എന്താണ്, എയിൻ്റെ ഒരു സബ്ബാണ് ബി അല്ലേ, അങ്ങനെ പറയാമല്ലോ. അപ്പോൾ ബി ഈസ് എ സബ്സെറ്റ് ഓഫ് എ. അത് നമ്മൾ ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്, ഈസ് എ സബ്സെറ്റ് ഓഫ്, ഈ ചിഹ്നം ഉണ്ടാവും. ഓക്കെ, ബി ഈസ് എ സബ്സെറ്റ് ഓഫ് എ. കാരണം എന്താ, ബിയിലുള്ള എല്ലാ എലമെൻസും എയിലുണ്ട്. ബിയിലുള്ള എല്ലാ എലമെൻസും എന്തായിരിക്കണം, എയിലുണ്ടാകണം. ബിയിൽ ഫോർ എക്സാമ്പിൾ വേറൊരു എലമെൻ്റ് ഉണ്ട്, 7 ഉണ്ട്, അപ്പോൾ 7 ഇതിലില്ല. സോ എല്ലാ എലമെൻസും ബിയിലുള്ള എല്ലാ എലമെൻസും എയിലുണ്ടെങ്കിൽ മാത്രമാണ് ബി ഈസ് എ സബ്സെറ്റ് ഓഫ് എ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ബിയിലൊരു 7 കൂടി ഉണ്ടെങ്കിലോ നമ്മൾ പറയും ബി ഈസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് എ. നോട്ട്, ഈ ചിഹ്നം ഓർത്തിരിക്കുക, ഈ സിമ്പിൾ. ഓക്കെ, എ എന്ന് പറയുന്ന ഒരു സബ്സെറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇതിൻ്റെ സബ്സെറ്റുകൾ ഏതൊക്കെയായിരിക്കും നമുക്കൊന്ന് നോക്കിയാലോ. 1 മാത്രമായിട്ടുള്ളൊരു സെറ്റ് അതിൻ്റെ സബ്സെറ്റ് ആയിരിക്കുമോ ഇല്ലേ? സബ്സെറ്റ് ആയിരിക്കുമോ ഇല്ലയോ ആലോചിച്ച് നോക്ക്. ഞാൻ പറഞ്ഞു ഏതെങ്കിലും ഒരു സെറ്റിൻ്റെ എല്ലാ എലമെൻസും എയിലുണ്ടെങ്കിൽ അത് സബ്സെറ്റ് ആയിരിക്കും. ഇതിലെല്ലാ എലമെൻസും ഇതിലില്ല, കാരണം ഇതിലാകെ 1 ഉള്ളൂ, അത് ഇതിലുണ്ട്. സോ എന്താണ്, 1 മാത്രമുള്ള സെറ്റ് സബ്സെറ്റാണ്. ഇനി വേറെ ഒരെണ്ണം 2, അങ്ങനെ 2 മാത്രമായിട്ട് സബ്സെറ്റ് ആയിരിക്കും, 3 മാത്രമായിട്ട് സബ്സെറ്റ് ആയിരിക്കും അല്ലേ, സബ്സെറ്റ് ആയിരിക്കും. ഇനി നേരത്തെ പറഞ്ഞ പോലെ 1ഉം 2ഉം ഇത് സബ്സെറ്റാണ്, കാരണം ഇതിലുള്ള എല്ലാ എലമെൻസും ഇതിലുണ്ട്, ഇതിൻ്റെ സബ്സെറ്റാണെന്ന് പറയാം. 2ഉം 1ഉം എഴുതണോ? വേണ്ട, കാരണം ഓർഡർ പ്രശ്നമല്ല, അതുകൊണ്ട് ഞാൻ 2ഉം 1ഉം എഴുതുന്നില്ല. 2ഉം 3ഉം എഴുതാമോ? സബ്സെറ്റാണ് അല്ലേ. ഇനി ഏതാ, 1ഉം 3ഉം എഴുതാം, 1ഉം 3ഉം എഴുതാം. 3ഉം 1ഉം എഴുതണോ? വേണ്ട, കാരണം ഓർഡർ പ്രശ്നമല്ല, സബ്സെറ്റാണ്. ഇനി ഇത് സബ്സെറ്റാണോ? 1 2 3 ഇത് ഇതിൻ്റെ സബ്സെറ്റാണോ? സബ്സെറ്റാണ്, കാരണം ഇതിലുള്ള എല്ലാ എലമെൻസും ഇതിലുണ്ട്, അതാണ് ഡെഫിനേഷൻ. സോ ഇതിൻ്റെ സബ്സെറ്റാണ്. പിന്നെ വേറൊരു സാധനം കൂടി ഉണ്ട്, ഇതിൻ്റെ ഒരു സബ്സെറ്റ് നമ്മൾ നേരത്തെ പഠിച്ച നൾ സെറ്റ്, അത് ഇതിൻ്റെ ഒരു സബ്സെറ്റ് ആയിരിക്കും. അത് അങ്ങനെയാണ്, എന്താ പറയുക, അത് നമ്മുടെ ലോജിക്കിന് ശരിയാവുന്നില്ലെങ്കിലും അത് മനസ്സിലാക്കുക, എല്ലാ സെറ്റിൻ്റെയും സബ്സെറ്റ് എംപ്റ്റി സെറ്റ് എല്ലാ സെറ്റിൻ്റെയും സബ്സെറ്റ് ആയിരിക്കും. അപ്പോൾ എത്ര എണ്ണമായി? 1 2 3 4 5 6 7 8 3 എലമെൻസ് ഉള്ള ഇതിൻ്റെ എലമെൻസ് എത്രയാണ്? എൻ ഓഫ് എ എത്രയാണ്? 3 അല്ലേ, 3 എലമെൻസ്. ഓക്കെ, എത്ര സബ്സെറ്റ് കിട്ടി? 1 2 3 4 5 6 7 8 8 സബ്സെറ്റ് കിട്ടി അല്ലേ.
അപ്പോൾ ഒരു റിലേഷൻ ഉണ്ട്, നിങ്ങൾ പഠിച്ചോ. ഒരു സെറ്റിൽ n എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ നമ്പർ ഓഫ് സബ്സെറ്റിൻ്റെ എണ്ണം 2n ആയിരിക്കും. അതായത് ഇവിടെ 3 എലമെൻറ്റ്സ് ഉണ്ട്, അപ്പോൾ ഇതിൻ്റെ നമ്പർ ഓഫ് സബ്സെറ്റിൻ്റെ എണ്ണം 2n. എന്നിൻ്റെ സ്ഥാനത്ത് 3. 2 എത്ര? 2 × 2 × 2 8. ശരിയല്ലേ? 1 2 3 4 5 6 7 8. അപ്പോൾ എന്താണ്? അപ്പോൾ ഓർത്ത് വെച്ചോ, നമ്പർ ഓഫ് സബ്സെറ്റ് കാണാനായിട്ട് 2n ചെയ്താൽ മതി. n എന്താണ്? നമ്പർ ഓഫ് എലമെൻറ്റ്സ്. ഓക്കെ, ഇനി അടുത്തൊരു കോൺസെപ്റ്റാണ് യൂണിവേഴ്സൽ സെറ്റ്. സിമ്പിളാണ്, വേറെ ഒന്നുമില്ല. ഫോർ എക്സാമ്പിൾ എ എന്ന് പറയുന്നൊരു സെറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. 1 2 3. ഓക്കെ, ബി എന്ന് പറയുന്നൊരു സെറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. 4 5 6. സി എന്ന് പറയുന്നൊരു സെറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. 7 8. യൂണിവേഴ്സൽ സെറ്റ് നോക്കിക്കോ, യു വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. യൂണിവേഴ്സൽ സെറ്റ് എന്താണെന്നറിയോ? ഇതിൻ്റെ എല്ലാ എലമെൻറ്റ്സും ഉള്ള ഒരു സെറ്റ്. അപ്പോൾ 1 ഉണ്ടാകും, 2 ഉണ്ടാകും, 3 ഉണ്ടാകും, 4 ഉണ്ടാകും, 5 ഉണ്ടാകും, 6 ഉണ്ടാകും, 7 ഉണ്ടാകും, 8 ഉണ്ടാകും. എല്ലാ നമ്മുടെ കോണ്ടെക്സ്റ്റിൽ ഏതൊക്കെ സെറ്റുകളുണ്ടോ ആ സെറ്റുകളുടെ എല്ലാ എലമെൻറ്റ്സും അടങ്ങിയിരിക്കുന്ന ഒരു സെറ്റിനെയാണ് യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത്രേ ഉള്ളൂ യൂണിവേഴ്സൽ സെറ്റ്. ഓക്കെ, ഇപ്പോൾ അടുത്തത് ഈ നമ്മൾ അഡീഷനും മൾട്ടിപ്ലിക്കേഷനൊക്കെ നമ്പേഴ്സ് വെച്ച് ചെയ്യാറുണ്ട്. അതേപോലെ അത് ഓപ്പറേഷൻസ് അല്ലേ, നമ്പേഴ്സിൻ്റെ ഓപ്പറേഷൻസാണ് അഡീഷനും മൾട്ടിപ്ലിക്കേഷനൊക്കെ. അപ്പോൾ അതേപോലെ തന്നെ സെറ്റ്സിലും ഓപ്പറേഷൻ ഉണ്ട്. ഓക്കെ, ആ ഓപ്പറേഷൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അതിനായിട്ടൊരു എക്സാമ്പിൾ ഞാൻ എടുക്കാം. ഒരു എ എന്ന് പറയുന്ന സെറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. 1 2 3. സിമ്പിൾ എക്സാമ്പിളാണ് എടുക്കുന്നത് ഞാൻ. ബി എന്ന് പറയുന്ന സെറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. 2 3. ഓക്കെ, 2 3. ഈ രണ്ട് സെറ്റ് ഞാൻ നിങ്ങളടുത്ത് ചോദിക്കട്ടെ, ഇതിൻ്റെ രണ്ടിലും കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? 2 കോമൺ ആണല്ലേ, 3 കോമൺ ആണ്. 2ഉം 3ഉം രണ്ടിലും ഉണ്ട്. അപ്പം ഞാൻ ഇതിനെ ശ്രദ്ധിച്ചോ, എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയും. ഇൻ്റർസെക്ഷൻ, ഇത് ഓർത്തിരിക്കുക. എ ഇൻ്റർസെക്ഷൻ ബി, എയിലും ബിയിലും കോമൺ ആയിട്ടുള്ളത് ആ എലമെൻറ്റ്സ് ആണിത്, 2ഉം 3ഉം. സെയിം തന്നെ ബി ഇൻ്റർസെക്ഷൻ എയും സെയിം ആണ്. കാരണം ബിയിലും എയിലും കോമൺ ആയിട്ടുള്ളത് തന്നെയല്ലേ എയിലും ബിയിലും കോമൺ ആയിട്ടുള്ളത്. ഇതെല്ലാം സെയിം ആണ്. എ ഇൻ്റർസെക്ഷൻ ബിയും ബി ഇൻ്റർസെക്ഷൻ എയും സെയിം ആയിരിക്കും. ഓക്കെ, ഇനി ഇൻ്റർസെക്ഷൻ നമ്മൾ പഠിച്ചു. ഇനി വേറൊരു ഓപ്പറേഷൻ നോക്കാം. എ എന്ന് പറയുന്ന സെറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. 1 2 3. ഓക്കെ, ബി എന്ന് പറയുന്ന സെറ്റ് 7 8 9. ഇനി ഞാൻ വേറൊരു സെറ്റ് ഉണ്ടാക്കിയാണ്. എയിലെയും ബിയിലെയും എലമെൻറ്റ്സ് എല്ലാം കൂടി എടുത്തിട്ട് ഒരു സെറ്റിലേക്ക് എഴുതണം. അതായത് 1 2 3 7 8 9. ഓക്കെ, എയിലുള്ള എല്ലാത്തിനെയും ബിയിലുള്ള എല്ലാത്തിനെയും എടുത്ത് വേറൊരു സെറ്റിലേക്ക് എഴുതി. ആ സെറ്റിനെ ഞാൻ പറയും എ യൂണിയൻ ബി. എ യൂണിയൻ ബി. യൂണിവേഴ്സൽ സെറ്റ് വേറെ, യൂണിയൻ വേറെ. യൂണിവേഴ്സൽ സെറ്റ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു സി എന്ന് പറയുന്ന സെറ്റ് കൂടി എന്ന് വിചാരിക്കുക. 7 8 12 3 5 വേറെ ഉണ്ടെന്ന് വിചാരിക്കുക. യൂണിവേഴ്സൽ സെറ്റ് എന്താണ്? എയിലെയും ബിയിലെയും സിയിലെയും എല്ലാം കൂടെയും ചേർന്ന എലമെൻറ്റ്സ്, എല്ലാത്തിൻ്റെയും എന്താ പറയുക, ഒരു പാരൻ്റ് സെറ്റ് എന്നൊക്കെ പറയൂലേ, അങ്ങനെയാണ്. ഇപ്പോൾ ഇനി വേറെ എക്സ് എന്ന് പറഞ്ഞ വേറെ സെറ്റ് ഉണ്ട്. എന്താണ്? എ ബി സി ഡി. യൂണിവേഴ്സൽ സെറ്റിൽ എന്തുണ്ടാവും? എല്ലാം ഉണ്ടാവും. ഇതുണ്ടാവും, 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 ഇതുണ്ടാവും. യൂണിയൻ അതല്ല, രണ്ട് സെറ്റുകൾ എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ ഈ എയിലെയും ബിയിലെയും മാത്രം എലമെൻസിനെ എടുത്തിട്ടുള്ള ഒരു സെറ്റ്, അതാണ് എ യൂണിയൻ ബി. ഇനി ബി യൂണിയനെയും അത് തന്നെ ആയിരിക്കില്ലേ? ബി യൂണിയനെയും അത് തന്നെ ആയിരിക്കും. ഓക്കെ, ഇതിനെ നമ്മൾ യൂണിയൻ ഓപ്പറേറ്റർ എന്ന് പറയും. യൂണിയൻ ഇത് വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് സബ്സ്ട്രാക്ഷൻ നോക്കാം. ഫോർ എക്സാമ്പിൾ എ എന്ന് പറയുന്ന ഒരു സെറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. 1 2 3. ബി എന്ന് പറയുന്ന സെറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. 2 3. സബ്സ്ട്രാക്ഷൻ എ മൈനസ് ബി എന്തായിരിക്കും? സിമ്പിളല്ലേ? ആലോചിച്ച് നോക്കുക. ഈ 1 2 3 എന്ന്
ബി എടുത്ത് കളയാ, എയിൽ നിന്ന് ബീനെ എടുത്ത് കളഞ്ഞാൽ ബാക്കിയുള്ളത്, എയിൽ നിന്ന് ബീൻ്റെ എലമെൻസിനെ എടുത്ത് കളയാ ബാക്കിയുള്ളത്. അപ്പോൾ എയിൽ നിന്ന് ബീനെ ഞാൻ കളയാൻ പോവുകയാണ്. 2 പോകും 3 പോകും അല്ലേ, 2ഉം 3ഉം പോകും, രണ്ടിലും കോമൺ ആണ്. ബാക്കി എത്ര ഉണ്ടാവും? 1. അതാണ് എ മൈനസ് ബി. ഓക്കെ, ഇനി ഇതാണ് സബ്സ്ട്രാക്ഷൻ, ഇത്രേ ഉള്ളൂ. ഇനി എയിൽ നിന്ന് ഞാൻ നൾ സെറ്റാണ് മൈനസ് ചെയ്യുന്നതെങ്കിലോ എന്തായിരിക്കും? 5 ആണ് നൾ സെറ്റ്. എയിൽ നിന്ന് 5 ആണ് ഞാൻ മൈനസ് ചെയ്യണമെങ്കിലോ എന്തായിരിക്കും? നൾ സെറ്റിലൊന്നുമില്ല, എയിൽ നിന്ന് ഒന്നുമില്ലാത്തൊരു സാധനം എടുത്ത് കളഞ്ഞാൽ എ അങ്ങനെ തന്നെ ഉണ്ടാവും അല്ലേ. അപ്പോൾ എന്തായിരിക്കും? എ തന്നെ ആയിരിക്കും. ഓക്കെ, അത് ഓർത്തിരിക്കുക. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് യൂണിയനും ഇൻ്റർസെക്ഷനും വെച്ചിട്ടുള്ള ഓപ്പറേഷൻസാണ്. നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് യൂണിയൻ്റെ ഓപ്പറേഷൻസ്, കുറച്ച് എന്താ പറയുക, ഇക്വേഷൻസൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, എ യൂണിയൻ ബി, എയും ബിയും 2 സെറ്റാണെങ്കിൽ എ യൂണിയൻ ബിയും ബി യൂണിയൻ എയും സെയിം ആയിരിക്കും. കാരണം എന്താ? എ എന്ന് പറയുന്ന ഒരു സെറ്റ്, ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ എടുക്കാം, എ 1 2 3 ആണെന്ന് വിചാരിക്കുക, ബി 7 8 ആണെന്ന് വിചാരിക്കുക. എ യൂണിയൻ ബി എന്താണ്? എ യൂണിയൻ ബി ഇതിൻ്റെ രണ്ടിലുള്ള എല്ലാ എലമെൻസിനെയും എടുത്തിട്ട് എഴുതിയിട്ടുള്ള ഒരു സെറ്റ്. ഈ എയിലെ എലമെൻസിനെയും ബിയിലെ എലമെൻസിനെയും എല്ലാത്തിനും കൂടെ ഒരുമിച്ച് എഴുതുന്ന ഒരു സെറ്റ് അല്ലേ. അപ്പോൾ 1 2 3 7 8 ബി യൂണിയനെ എന്തായിരിക്കും? ഇത് തന്നെ ആയിരിക്കും അല്ലേ. ബിയിലുള്ള എലമെൻസിനെയും എയിലുള്ള എലമെൻസിനെയും എഴുതാം അല്ലേ. 1 2 3 7 8. ഓക്കെ, അപ്പോൾ എ യൂണിയൻ ബി ഓൾവേസ് ഈക്വൽ ടു ബി യൂണിയൻ എ. ഇനി അടുത്തത് എ യൂണിയൻ ബി യൂണിയൻ സി. സി എന്ന് പറയുന്ന വേറൊരു സെറ്റ് ഉണ്ടെങ്കിൽ എന്തായിരിക്കും? നമുക്കിതിനെ എന്ത് പറയാം? എ യൂണിയൻ ബി യൂണിയൻ സി. മനസ്സിലായ? എ യൂണിയൻ ഓഫ് ബി യൂണിയൻ സി ഈക്വൽ ടു എ യൂണിയൻ ബി യൂണിയൻ സി. ഇത് ഒറ്റ സെറ്റാക്കാം. ഓക്കെ, അത് എന്താണ്? അതിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്, യൂണിയൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. നമ്മളിതിനെ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. പേര് ഓർത്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല, പേരൊന്നും ചോദിക്കില്ല. കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി യൂണിയൻ, ഞാൻ എ യൂണിയൻ ഞാൻ പറഞ്ഞു 5 ചെയ്തു, നൾ സെറ്റായിട്ട് യൂണിയൻ ചെയ്താൽ, എ എന്ന് പറഞ്ഞ സെറ്റുണ്ടെന്ന് വിചാരിക്കുക, ഞാൻ നൾ സെറ്റായിട്ട് യൂണിയൻ ചെയ്താൽ എനിക്ക് എന്തായിരിക്കും? എ തന്നെ ആയിരിക്കും. കാരണം നൾ സെറ്റിലൊന്നുമില്ല. ഇതിൻ്റെ കോൺസെപ്റ്റ് എന്താണ്? എയിലുള്ള എല്ലാ എലമെൻസിനും ഇതിൻ്റെ കോൺസെപ്റ്റ് എന്താണ്? എയിലുള്ള എല്ലാ എലമെൻസും 5, നൾ സെറ്റിലുള്ള എല്ലാ എലമെൻസും കൂടി ഒരു സെറ്റിലേക്ക് എഴുതാം. എല്ലാം കൂടെയും ജോയിൻ ചെയ്ത് വേറെ സെറ്റിലേക്ക് എഴുതാം, വേറൊരു സെറ്റ് ഉണ്ടാക്കാം. അതല്ല അതിൻ്റെ അർത്ഥം. ഇവിടെ ഒന്നുമില്ല, അപ്പോൾ ഇത് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നൾ സെറ്റിലാണെങ്കിൽ ഒന്നുമില്ല, അപ്പോൾ ഇതിലുള്ള എല്ലാ എലമെൻസും എടുത്തൊരു സെറ്റ് ഉണ്ടാക്കിയാൽ എന്താ സംഭവിക്കുക? അതേ തന്നെ ഇരിക്കും. ഓക്കെ, ഇനി എ യൂണിയൻ യൂണിവേഴ്സൽ സെറ്റ്. ഞാൻ എന്താണെന്ന് അത് പറഞ്ഞു നേരത്തെ. എ യൂണിയൻ യൂണിവേഴ്സൽ സെറ്റ്. ഓക്കെ, ഞാൻ വേണമെങ്കിൽ ഇത് ചെറുതായിട്ട് എഴുതാം, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവും. ഓക്കെ, ഞാനിത് ചെറുതാക്കി എഴുതാം, ഇങ്ങനെ എഴുതാം. ഓക്കെ, എ യൂണിയൻ യൂണിവേഴ്സൽ സെറ്റ് എന്തായിരിക്കും? ആലോചിച്ച് നോക്കിയേ. യൂണിവേഴ്സൽ സെറ്റ് എന്താണ്? എല്ലാ എലമെൻസും ഉള്ളൊരു സെറ്റ്. ഇപ്പോൾ നമുക്കൊരു പർട്ടിക്കുലർ കോണ്ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ ആ കോണ്ടെക്സ്റ്റിൽ പറയുന്ന എല്ലാ എലമെൻസിൻ്റെയും സെറ്റാണ് യൂണിയൻ. അതിലേക്ക് എ എന്ന് പറയുന്ന സെറ്റ് ആഡ് ചെയ്താലും ഇല്ലെങ്കിലും യൂണിയനിൽ എ എന്തായാലും ഉണ്ടാകും. കാരണം എല്ലാ എലമെൻസും യൂണിയനിലുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ പിന്നെ യൂണിയൻ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ അതിലർത്ഥമില്ല. കാരണം എന്താ? യൂണിവേഴ്സ് സെറ്റിൽ ഓൾറെഡി ഈ സാധനങ്ങളൊക്കെ ഉണ്ട് അല്ലേ. ആലോചിച്ച് നോക്കുക. അപ്പോൾ എ യൂണിയൻ ഓഫ് യൂണിവേഴ്സൽ സെറ്റ് എന്തായിരിക്കും? യൂണിവേഴ്സൽ സെറ്റ് തന്നെ ആയിരിക്കും. മനസ്സിലായോ? ഓക്കെ, ഇനി യൂണിവേഴ്സൽ സെറ്റിൻ്റെ ഇനി യൂണിയൻ്റെ വേറെ പ്രോപ്പർട്ടി. എ എന്ന് പറയുന്ന സെറ്റാണെന്ന് വിചാരിക്കുക. ഞാനതിനോട് യൂണിയൻ ചെയ്യാണ്
എ എന്ന് പറയുന്ന സെറ്റ് തന്നെ യൂണിയൻ ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ? ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഓക്കെ, എ എന്ന് പറയുന്ന സെറ്റ് 1 2 3. ഓക്കെ, ഇനി വേറെ സെറ്റ് വേണ്ടല്ലേ. എ എന്ന് പറയുന്ന സെറ്റ് 1 2 3. എയിലെയും എയിലെ സെറ്റ് ഏതൊക്കെയാണ്? അപ്പോൾ എന്തായിരിക്കും? എ യൂണിയൻ എ എന്തായിരിക്കും? എയിൽ എന്തൊക്കെയുണ്ടോ, ഫസ്റ്റത്തെ എയിൽ എന്തൊക്കെയുണ്ട്? 1 2 3. രണ്ടാമത്തെ എയിലും എന്തൊക്കെയുണ്ട്? 1 2 3. ഈ രണ്ടാമത് എന്ത് ചെയ്യണ്ട? ഈ 1 2 3 എഴുതണ്ട, കാരണം റിപ്പീറ്റേഷനാണ്. ഫസ്റ്റത്തെ എയിൽ ഈ 1 2 3 ഉണ്ട്, രണ്ടാമത്തെ എയിൽ ഈ 1 2 3 ഉണ്ട്. സോ നമ്മൾ സെറ്റിൽ എന്ത് ചെയ്യേണ്ട? റിപ്പീറ്റേഷൻ, ഇത് സെയിം റിപ്പീറ്റേഷനാണ് രണ്ടാമത്തെ പാർട്ട്. റിപ്പീറ്റേഷൻ നമുക്ക് എഴുതാൻ പാടില്ല. സോ ഇതെന്തായിരിക്കും? 1 2 3 തന്നെ ആയിരിക്കും. 1 2 3 തന്നെ ആയിരിക്കും. അത് എ അല്ലേ? ഈ 1 2 3 തന്നെ അല്ലേ എ? അപ്പോൾ എ യൂണിയൻ എ എന്തായിരിക്കും? എ തന്നെയായിരിക്കും. അത് മനസ്സിലാക്കുക. ഇനി ഇൻ്റർസെക്ഷൻ ഓപ്പറേറ്ററിൻ്റെ പ്രോപ്പർട്ടീസ് യൂണിയൻ പോലെ തന്നെ നമുക്ക് നോക്കാം. എ എന്ന് പറയുന്ന ഒരു സെറ്റ് ഉണ്ട്. ഓക്കെ, എ ഇൻ്റർസെക്ഷൻ യൂണിവേഴ്സൽ സെറ്റ് എന്തായിരിക്കും? ആലോചിച്ച് നോക്കിയേ. എ ഇൻ്റർസെക്ഷൻ യൂണിവേഴ്സൽ സെറ്റ്. എ എന്ന് പറയുന്ന എലമെൻസും യൂണിവേഴ്സൽ സെറ്റിലെ എലമെൻസിൻ്റെയും കോമൺ ആയിട്ടുള്ളത് ഏതൊക്കെയാണ്? ആലോചിച്ച് നോക്കുക. യൂണിവേഴ്സൽ സെറ്റിൽ എല്ലാ എലമെൻസും ഉണ്ട്. അതിലുണ്ട്. യൂണിവേഴ്സൽ സെറ്റിൻ്റെ സബ്സെറ്റാണ് എ. എല്ലാ സെറ്റും യൂണിവേഴ്സൽ സെറ്റിൻ്റെ സബ്സെറ്റാണ്. യൂണിവേഴ്സൽ സെറ്റിൽ എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ രണ്ടിലും കോമൺ ആയിട്ടുള്ള ഏതായിരിക്കും? എ തന്നെയായിരിക്കും അല്ലേ? എയിലും യൂണിവേഴ്സൽ സെറ്റിലും കോമൺ ആയിട്ടുള്ളത് എ തന്നെയായിരിക്കും അല്ല? അതല്ല ഇൻ്റർസെക്ഷൻ കൊണ്ട് മീൻ ചെയ്യണത്. ഓക്കെ, ഇനി എ എന്ന് പറയുന്ന സെറ്റും ഇൻ്റർസെക്ഷൻ നൾ സെറ്റും തമ്മിലാണെങ്കിലോ ഇൻ്റർസെക്ഷൻ ചെയ്യുന്നത്? വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. എ 1 2 നൾ സെറ്റ് എന്താണ്? ഒന്നുമില്ല. ഇതിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ള എന്താ? അതല്ല ഇതിൻ്റെ അർത്ഥം, ഇൻ്റർസെക്ഷൻ്റെ അർത്ഥം. എയിലും നൾ സെറ്റിലും കോമൺ ആയിട്ടുള്ള എന്താ? ഒന്നുമില്ല. നൾ സെറ്റല്ല ആൻസർ. കോമൺ ആയിട്ട് ഒന്നുമില്ല. ഇതെന്താണ്? ഫൈ അല്ലേ? അപ്പോൾ എന്താണ്? എ ഇൻ്റർസെക്ഷൻ ഫൈ എന്താണ്? ഫൈ ആണ്. ഓക്കെ, ഫൈ ആണ്. അത് കിട്ടിയില്ലേ? ഇനി എ ഇൻ്റർസെക്ഷൻ എ എന്തായിരിക്കും? ഇതെന്നെ എക്സാമ്പിൾ എടുത്ത് വയ്ക്കൂ. എ ഇൻ്റർസെക്ഷൻ എ എന്താണ്? എയിൽ കോമൺ, ഈ രണ്ട് എയിലും കോമൺ ആയിട്ടുള്ളത് രണ്ടിൻ്റെ ഇൻ്റർസെക്ഷൻ. ഇവിടെയും ഒരു സെറ്റ് ഉണ്ട് എ എന്ന് പറയുന്നത്, അതും 1 2 ആണ്. ഇത് രണ്ടിലും കോമൺ ആയിട്ടുള്ള എന്താ? 1 2 തന്നെ. അപ്പോൾ എന്താ? എ തന്നെ. ഓക്കെ, സിമ്പിളല്ലേ കോൺസെപ്റ്റുകളൊക്കെ? ഇനി എ എന്ന് പറയുന്ന സെറ്റ് 1 2, ബി എന്ന് പറയുന്ന സെറ്റ് 2, ഒറ്റ എലമെൻ്റ് ഉള്ളതെന്ന് വിചാരിക്കുക. ഫോർ എളുപ്പത്തിന് വേണ്ടി ഞാൻ അടുത്ത് എയിൽ 1 2, ബിയിൽ 2 എന്ന് പറയുന്ന എലമെൻറ്റ്സ്. എ ഇൻ്റർസെക്ഷൻ ബി, ഞാൻ പറയുന്നു എ ഇൻ്റർസെക്ഷൻ ബി എന്ന് എഴുതുന്നതിന് പകരം ബി ഇൻ്റർസെക്ഷൻ എ എന്നും എഴുതാം. രണ്ടും സെയിം ആണ്. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബിയും ബി ഇൻ്റർസെക്ഷൻ എയും സെയിം ആയിരിക്കും. അത് മനസ്സിലാക്കുക. അപ്പോൾ ഈ പ്രോപ്പർട്ടീസൊക്കെ മനസ്സിലായല്ലോ. ഇനി നമ്മൾ നേരത്തെ യൂണിയൻ്റെ കേസ് പറഞ്ഞ പോലെ 3 സെറ്റ് തന്നെ ഒരു അസോസിയേറ്റീവ് ലോ എന്ന് നമ്മൾ പറഞ്ഞു, ഓർമ്മയുണ്ടാവും? അസോസിയേറ്റീവ് ലോ എന്താണ്? കൺജങ്ഷൻ എന്നാണ് നമ്മൾ ഇതിനെ പറയുന്നത്. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി ഈക്വൽ ടു, അല്ലെങ്കിൽ ഇതിങ്ങനെ വായിക്കാം, എ ഇൻ്റർസെക്ഷൻ ഓഫ് ബി ഇൻ്റർസെക്ഷൻ സി എന്തായിരിക്കും? എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി. നമ്മൾ എന്ത് പഠിച്ചു? യൂണിയനിൽ ഈ അസോസിയേറ്റീവ് ലോ പഠിച്ചില്ലേ? സെയിം അസോസിയേറ്റീവ് ലോ ഇതിലും ഉണ്ട്, ഇൻ്റർസെക്ഷനിലും ഉണ്ട്. ഓക്കെ, സിമ്പിളല്ലേ? ഇതാണ് സംഭവം. ഇനി അപ്പോൾ യൂണിയൻ്റെയും ഇൻ്റർസെക്ഷൻ്റെയും ഓപ്പറേഷൻസ് നമ്മൾ പഠിച്ചു. ഇനി രണ്ടും ഒരുമിച്ചുള്ളൊരു ഓപ്പറേഷൻ നമുക്ക് നോക്കാം. എ ഇൻ്റർസെക്ഷൻ ഓഫ് ബി യൂണിയൻ സി, എ ഇൻ്റർസെക്ഷൻ ഓഫ് ബി യൂണിയൻ സി എന്തായിരിക്കും? നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന അതേ പ്രോപ്പർട്ടി. ആദ്യം ഇതിന് ഇത് വെച്ച് ഇൻ്റർസെക്ഷൻ ചെയ്യുക, ദെൻ ഇതിന് ഇത് വെച്ച് ഇൻ്റർസെക്ഷൻ ചെയ്യുക.
അല്ലേ? മൾട്ടിപ്ലിക്കേഷനിൽ നമ്മൾ അങ്ങനെയല്ലേ ചെയ്യണത്. അപ്പോൾ എന്താ പറഞ്ഞാൽ എ ഈ ഓപ്പറേഷനാണ് നടക്കേണ്ടത് അല്ലേ? എ ഇൻ്റർസെക്ഷൻ ബി. ഓക്കെ, എ ഇൻ്റർസെക്ഷൻ ബി, പിന്നെ എന്നുള്ള യൂണിയൻ എ ഇൻ്റർസെക്ഷൻ സി. എ ഇൻ്റർസെക്ഷൻ സി ഇക്വേഷൻ ഓർത്ത് വെക്കുക. ഓക്കെ, ഈ ഇക്വേഷൻ ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി അടുത്ത കോൺസെപ്റ്റ് കോംപ്ലിമെൻ്ററി സെറ്റ്. കോംപ്ലിമെൻ്ററി സെറ്റ് നമുക്ക് എന്താണെന്ന് നോക്കാം. എ കോംപ്ലിമെൻറ്റ് ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. എന്തായിരിക്കും? എയിൽ ഇല്ലാത്ത എലമെൻസിൻ്റെ സെറ്റ്, അതാണ് അതിൻ്റെ അർത്ഥം. എയിൽ ഇല്ലാത്ത എലമെൻസിൻ്റെ സെറ്റ്, ഇതിൻ്റെ ഇൻവേഴ്സ്, ഇതിൻ്റെ ഓപ്പോസിറ്റ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഓപ്പോസിറ്റ്. അതായത് ഫോർ എക്സാമ്പിൾ എ എന്ന് പറയുന്ന സെറ്റ് 1 2 3 യൂണിവേഴ്സൽ സെറ്റ്, നമ്മുടെ കോണ്ടെക്സ്റ്റിൻ്റെ യൂണിവേഴ്സൽ സെറ്റ് 1 2 3 4 5 6 8 9 എന്തുകൊള്ളും ആകാം. യൂണിവേഴ്സൽ സെറ്റിലെല്ലാം വരാമല്ലോ. അപ്പോൾ എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് എയിനെ എടുത്ത് കളയുക. ബാക്കി എ അല്ലാത്ത ബാക്കിയെല്ലാം, എ അല്ലാത്ത ബാക്കിയെല്ലാം. അപ്പോൾ എന്തായിരിക്കും എ കോംപ്ലിമെൻറ്റ്? ഈ ഫസ്റ്റത്തെ 1 2 3 എടുത്ത് അങ്ങോട്ട് കളയുക. 4 5 6 8 9. കോംപ്ലിമെൻ്ററി സെറ്റ് എന്ന് പറഞ്ഞാൽ എയിലെ എലമെൻസിനെ എന്ത് ചെയ്യുക? യൂണിവേഴ്സൽ സെറ്റ് ചെയ്തെടുത്ത് അങ്ങോട്ട് കളയുക. അതാണ് അതിൻ്റെ കോംപ്ലിമെൻറ്റ്. ഓക്കെ, ഇനി കോംപ്ലിമെൻറ്റിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നമുക്ക് നോക്കാം. ഓക്കെ, എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ എ എന്തായിരിക്കും? എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ എ എന്തായിരിക്കും? എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എയിൽ ഇല്ലാത്ത എലമെൻസാണ്. എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എയിൽ ഇല്ലാത്ത എലമെൻസിൻ്റെ സെറ്റാണ്. അപ്പോൾ എയിൽ ഇല്ലാത്ത എലമെൻസിൻ്റെ സെറ്റും എയിലെ സെറ്റും തമ്മിൽ ഇൻ്റർസെക്ഷൻ എടുത്താൽ അതിലെന്തെങ്കിലും ഉണ്ടാകുമോ? ഒന്നും ഉണ്ടാവില്ല അല്ലേ? ഇത് തന്നെ നോക്ക്, എ എന്ന് പറഞ്ഞ സെറ്റ്, ഇത് എ കോംപ്ലിമെൻ്റ്, ഇതിൻ്റെ രണ്ടിൽ കോമൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നും ഉണ്ടാവില്ല. കാരണം നമ്മൾ ഓൾറെഡി എയിനെ എടുത്ത് കളഞ്ഞ സെറ്റാണ് എ കോംപ്ലിമെൻറ്റ്. അപ്പോൾ എന്തായിരിക്കും? നൾ സെറ്റായിരിക്കും അല്ലേ? അല്ലെങ്കിൽ ഫൈ ആയിരിക്കും. ഓക്കെ, ഇനി ഞാൻ ഇൻ്റർസെക്ഷൻ എടുത്ത പോലെ എ കോംപ്ലിമെൻറ്റ് യൂണിയൻ എ എന്തായിരിക്കും? അപ്പോൾ ഇതെന്തായിരിക്കും? എ കോംപ്ലിമെൻറ്റ് യൂണിയൻ എ എന്തായിരിക്കും? എക്സാമ്പിൾ നോക്കിക്കോ. എയിൽ 1 2 3 യൂണിവേഴ്സലിൽ എല്ലാവരും ഉണ്ട്. എ കോംപ്ലിമെൻറ്റ് നമുക്കിവിടെ കിട്ടി. അപ്പോൾ എ കോംപ്ലിമെൻറ്റും എയും തമ്മിൽ യൂണിയൻ ചെയ്താൽ എ കോംപ്ലിമെൻറ്റിലെ എല്ലാ എലമെൻറ്റിനെയും എയിലെ എല്ലാ എലമെൻറ്റിനെയും ഒരുമിച്ചൊരു സെറ്റാക്കിയാൽ അതെന്തായിരിക്കും? അത് യൂണിവേഴ്സൽ സെറ്റായിരിക്കും. ഓക്കെ, അപ്പോൾ എന്താണ്? എ കോംപ്ലിമെൻറ്റ് യൂണിയൻ എ എന്താണ്? യു ആണ്, യൂണിവേഴ്സൽ സെറ്റാണ്. ഓക്കെ, ഇനി കോംപ്ലിമെൻറ്റിൻ്റെ വേറൊരു സംഭവം കൂടി പറഞ്ഞുതരാം ഞാൻ. ഇതെന്താണ്? ഫൈ. ഇതിൻ്റെ കോംപ്ലിമെൻ്റ് എടുത്ത് എന്തായിരിക്കും? ഫൈ ആണ്, നൾ സെറ്റാണല്ലേ, ഇതിലൊന്നും ഉണ്ടാവില്ല. ഇതിൻ്റെ കോംപ്ലിമെൻ്റ് എടുത്ത് എന്തായിരിക്കും? യൂണിവേഴ്സൽ സെറ്റായിരിക്കും അല്ലേ? ഇതിൻ്റെ കോംപ്ലിമെൻ്റ് എടുത്താൽ യൂണിവേഴ്സൽ സെറ്റായിരിക്കും, അത് ഓർത്തിരിക്കുക. അതേപോലെ തന്നെ യൂണിവേഴ്സൽ സെറ്റിൻ്റെ കോംപ്ലിമെൻ്റ് എടുത്താൽ എന്തായിരിക്കും? അത് നൾ സെറ്റായിരിക്കും, അത് ഫൈ ആയിരിക്കും. രണ്ട് പ്രോപ്പർട്ടീസ് ഓർത്തിരിക്കുക, ഫൈ ആയിരിക്കും. ഇനി എ എന്ന് പറയുന്ന സെറ്റിൻ്റെ കോംപ്ലിമെൻറ്റ് ഞാൻ എടുത്തു, എന്നിട്ട് ഞാൻ പിന്നെയും അതിൻ്റെ ഒരു കോംപ്ലിമെൻ്റ് എടുത്തു. എ കോംപ്ലിമെൻറ്റ് ദ ഹോൾ കോംപ്ലിമെൻറ്റ് എന്തായിരിക്കും? എ കോംപ്ലിമെൻറ്റ് ദ ഹോൾ കോംപ്ലിമെൻറ്റ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എ കോംപ്ലിമെൻറ്റ് എന്താണ്? എ എന്ന് പറയുന്ന സെറ്റിൽ ഇല്ലാത്ത എലമെൻറ്റ്സ് ഒരു സെറ്റായിരിക്കും. അത് എ എന്ന സെറ്റിൽ ഇല്ലാത്ത എലമെൻറ്റ്സ് യൂണിവേഴ്സൽ സെറ്റിലുള്ള എലമെൻറ്റ്സ് ആയിരിക്കും. അല്ലെങ്കിൽ യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് എയിനെടുത്ത് കളയുക, അതാണ് എ കോംപ്ലിമെൻറ്റ്. ആ സെറ്റിൽ നിന്ന്
അതിൻ്റെ കോംപ്ലിമെൻറ്റ് ഞാൻ പിന്നെ എടുത്ത് എന്താ സംഭവിക്കുക, തിരിച്ച് എയിലേക്ക് തന്നെ വരും. അതായത് എ കോംപ്ലിമെൻറ്റ് ദ ഹോൾ കോംപ്ലിമെൻറ്റ് എന്തായിരിക്കും, എ ആയിരിക്കും. ഓക്കെ, ഈ 3 ഇക്വേഷൻസ് ഓർത്തിരിക്കുക. ഇനി അടുത്തത് ഡി മോർഗൻസ് ലോ. ഡി മോർഗൻസ് ലോ എന്താണ് നമുക്ക് നോക്കാം. അത് ഇതാണ്, ഇത്രയുള്ളൂ, സിമ്പിളാണ്. എ യൂണിയൻ ബി, എയും ബിയും 2 സെറ്റാണെങ്കിൽ എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു, ശ്രദ്ധിച്ചോ, എ കോംപ്ലിമെൻറ്റ് യൂണിയൻ അല്ല, ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്, വേർ എ ആൻഡ് ബി ആർ 2 സെറ്റ്സ്. ഓക്കെ, ഇനി എ ഇൻ്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ് എന്തായിരിക്കും, എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ യൂണിയൻ ആവും, യൂണിയൻ ബി കോംപ്ലിമെൻറ്റ്. ഇതാണ് ഡി മോർഗൻസ് ലോ. ഈ ഇക്വേഷൻ നിങ്ങൾ പഠിക്കുക. ഇതിൻ്റെ എക്സാമ്പിൾ നമുക്ക് ചെയ്യാം. ഇതിൻ്റെ എക്സാമ്പിളൊക്കെ ചെയ്യുന്ന പ്ലേലിസ്റ്റ് നമ്മുടെ ചാനലിൽ ഞാൻ ഇട്ടേക്കാം. ഓക്കെ, ഇനി ഒരെണ്ണം കൂടെ ഉള്ളൂ, വെൻ ഡയഗ്രാം. ഇപ്പോൾ നമ്മൾ സെറ്റിനെ വെൻ ഡയഗ്രാം വേറൊരു ഫോർമാറ്റിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഗ്രാഫ് പോലെ നമ്മളതിനെ വെൻ ഡയഗ്രാം എന്ന് പറയും. നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. ഇതും കൂടെ ഉള്ളൂ ഈ ചാപ്റ്ററിൽ. ഇതുകൂടി കഴിഞ്ഞ് ഈ ചാപ്റ്റർ ക്ലോസ്. ഓക്കെ, ഞാൻ എ എന്ന് പറയുന്ന സെറ്റിനെ ഒരു സർക്കിളായിട്ട് ഡിനോട്ട് ചെയ്യുന്നു. ഓക്കെ, അടുത്ത സർക്കിളിൽ ബി എന്ന് പറയുന്ന സെറ്റ്, ഇത് എ എന്ന് പറയുന്ന സെറ്റ്, ഇത് ബി എന്ന് പറയുന്ന സെറ്റ്. നിങ്ങൾ ചുമ്മാ അങ്ങോട്ട് ആലോചിച്ച് നോക്കിയേ, എ ഇൻ്റർസെക്ഷൻ ബി എന്തായിരിക്കും, ഏത് പാർട്ടായിരിക്കും എ ഇൻ്റർസെക്ഷൻ ബി, ഇതിലേത് പാർട്ടായിരിക്കും? അത് എ ഇൻ്റർസെക്ഷൻ ബി എന്താണ്, എയിൻ്റെയും ബിയിൻ്റെയും കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സ് അല്ലേ, എയിലെയും ബിയിലെയും കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സ്. അപ്പോൾ എ എന്ന് പറയുന്ന സർക്കിളും ബി എന്ന് പറയുന്ന സർക്കിളും കോമൺ ആയിട്ട് ഏതൊക്കെയാണ് പാർട്ടുള്ളത്? യെസ്, ഈ പാർട്ട് അല്ലേ. അപ്പോൾ വെൻ ഡയഗ്രത്തിൽ എ ഇൻ്റർസെക്ഷൻ ബി അടയാളപ്പെടുത്താൻ പറഞ്ഞാൽ ഈ പാർട്ട് നിങ്ങൾ ഷെയ്ഡ് ചെയ്താൽ മതി. ഓക്കെ, ഇനി എ യൂണിയൻ ബി എന്തായിരിക്കും? എ യൂണിയൻ ബി, എ യൂണിയൻ ബി നോക്കിയേ, എ യൂണിയൻ ബി എന്താണ്? എയിൻ്റെയും ബിയിൻ്റെയും എല്ലാ എലമെൻസിൻ്റെയും സെറ്റാണ് എ യൂണിയൻ ബി. അപ്പോൾ അതെങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും? എന്ത് ചെയ്യും? ഇത് മൊത്തം വരും, എയിലെ മൊത്തം വരും, ബിയിലെ മൊത്തം വരും. അതാണെന്ത്? എ യൂണിയൻ ബി. എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ ഇത് മാത്രം, എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ. ഓക്കെ, ഇനി എ മൈനസ് ബി. എ മൈനസ് ബി എന്താണ്? എ മൈനസ് ബി, എയിൽ നിന്ന് ബീനെ എടുത്ത് കളഞ്ഞാൽ ബാക്കിയുള്ളതാണ് എ മൈനസ് ബി. എ മൈനസ് ബി എന്താണ്? എ ഇത്, അതിലേക്ക് ബി കയറി വന്നേക്കണ ഇത്രയും പാർട്ട്. അപ്പം ഈ പാർട്ടിൽ നിന്ന് ബീൻ്റെ ഈ പാർട്ട് എടുത്ത് കളഞ്ഞു, ബാക്കി അതുള്ള ഇത്. അപ്പോൾ എ മൈനസ് ബി ഏതാണ്? ഇതാണ് എ മൈനസ് ബി. ഈ പാർട്ടാണ് എന്ത്? എ മൈനസ് ബി. ഓക്കെ, ബി മൈനസ് എ ഏതാണ്? ബി എന്ന പറയുന്ന സർക്കിളിൽ നിന്ന് എയിലെ പാർട്ട് എടുത്ത് കളഞ്ഞു, ഈ ഇത്രയും പാർട്ട് എടുത്ത് കളഞ്ഞു, ബാക്കിയുള്ളതാണ് ബി മൈനസ് എ, അതാണ് ഈ പാർട്ട്. ഓക്കെ.